Welcome to BSc Complementary Physics, Semester 4, 42nd lecture. And today the topic is electronics. We continue DC load line problems. DC load line problems and AC load line. That is the topic of discussion today. Transistor portion, electronics. BSc Complementary Physics, Semester 4, 42nd lecture. Before that, we see one question, that is use of DC load line. In the previous class, I have mentioned the use, and it is again repeated here. One more sentence. Use of load line. Use of load line is explained once again here. For the analysis of the performance of a complementary amplifier, it is necessary to know the values of IC and VCE under quiescent conditions, that is under zero signal conditions for given values of IB, RL, and VCC. These values can be determined easily by the load line analysis. In other words, the DC load line helps us to find the Q point, the operating point of the transistor amplifier. Transistor amplifier operating point, അതിനെ വിളിക്കുന്നത് Q point. Q point മനസ്സിലാക്കാനും അവിടെയുള്ള കറണ്ട് IC അതുപോലെ വോൾട്ടേജ് VC ഇവയൊക്കെ പഠിക്കാനും ട്രാൻസിസ്റ്ററിൻ്റെ ഫങ്ഷനിങ് അനലൈസ് ചെയ്യാനും ഈ ലോഡ് ലൈൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് വോൾട്ടേജ് വേരിയേഷൻ നന്നായിട്ട് പഠിക്കാനും Q പോയിന്റ് കണ്ടുപിടിക്കാനും ഈ ലോഡ് ലൈൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു AC ലോഡ് ലൈനാണ് കേട്ടോ. AC ലോഡ് ലൈൻ നമ്മൾ പഠിച്ച DC ലോഡ് ലൈനാണ്. DC ലോഡ് ലൈൻ നമ്മൾ എഴുതുമ്പോൾ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് RL നമ്മൾ കണക്ട് ചെയ്യാറില്ല. നമ്മൾ RC മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചെയ്തിട്ട് ഈ DC ലോഡ് ലൈൻ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും, സ്ട്രൈറ്റ് ലൈൻ AB കിട്ടും. അതിനകത്ത് 2 പോയിന്റ് ഉണ്ട്, ഒരു സാച്ചുറേഷൻ പോയിന്റ്, പിന്നെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്, പിന്നെ ഒരു കട്ട് ഓഫ് പോയിന്റ്, 2 പോയിന്റ് ഉണ്ട്. ആ 2 പോയിന്റ് എയും ബിയും വെച്ചിട്ടാണ് നമ്മൾ ആ DC ലോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പടം നോക്കുക, ഇവിടെ 2 ലോഡ് ലൈൻ വരച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം വരച്ചിരിക്കുന്നതാണ് AB ലോഡ് ലൈൻ. X ആക്സിൽ VC എടുക്കും, Y ആക്സിൽ IC എടുക്കും. A എന്നുള്ള പോയിന്റാണ് കട്ട് ഓഫ് പോയിന്റ്, അവിടെ കറണ്ട് IC 0 ആയിരിക്കും. B എന്നുള്ള പോയിന്റാണ് സാച്ചുറേഷൻ പോയിന്റ്, അവിടെ കറണ്ട് IC മാക്സിമം ആയിരിക്കും. അത് VCC/RC ആയിരിക്കും. RC അല്ലെങ്കിൽ RL എന്ന് പറയും. RC ആയിരിക്കും, RC ബിയിലുള്ള കറണ്ട്. അപ്പോൾ ആ ലൈൻ AB വിളിക്കുന്ന പേരാണ് DC ലോഡ് ലൈൻ. അത് നമ്മൾ അതിൻ്റെ ഒരു മിഡ് പോയിന്റാണ് Q പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് AC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ? ഈ AC ലോഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോൾ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കും. എക്സ്റ്റേണൽ ലോഡ് കൊടുത്തിട്ട് അവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. എക്സ്റ്റേണൽ ലോഡ് RL കൊടുക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് മാറും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. കാരണം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലെ കളക്ടറിൽ RC റെസിസ്റ്റർ ഉണ്ട്. എക്സ്റ്റേണലായിട്ട് നമ്മൾ RL കൊടുക്കുകയാണ്. RL കൊടുക്കുമ്പോൾ ഈ RCയും RLും പാരലായിട്ട് വന്നിട്ട് നമുക്കൊരു എഫക്റ്റീവ് വാല്യൂ കിട്ടും, RAC. RAC എന്ന് പറഞ്ഞാൽ അത് RCയേക്കാളും RLനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ പുതിയ സ്ലോപ്പ് -1/RAC വരും. DC ലോഡ് ലൈന് സ്ലോപ്പ് -1/RC ആണ് നമ്മൾ കണ്ടതാണ്. DC ലോഡ് ലൈന് സ്ലോപ്പ് -1/RC ആണ്. ഇവിടെ ഈ എക്സ്റ്റേണലായിട്ട് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ, ലോഡ് വരുമ്പോൾ, പിന്നെ പുതിയ റെസിസ്റ്റൻസ് RAC എഫക്റ്റീവ് ലോഡ് വരുമ്പോൾ പുതിയ സ്ലോപ്പ് -1/RAC ആണ്. ന്യൂമറിക്കലി അത് നേരത്തെയുള്ള സ്ലോപ്പിനേക്കാൾ കൂടുതലാണ്. ആ സൈൻ കൂടി എടുത്തു കഴിഞ്ഞാൽ അത് കുറവാണ്. അങ്ങനെ പുതിയ സ്ലോപ്പുള്ള ഒരു ഗ്രാഫ് കൂടി നമുക്ക് വരയ്ക്കാം. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് AC ലോഡ് ലൈൻ. ആ AC ലോഡ് ലൈനാണ് A', B' എന്ന് നമ്മൾ വരച്ചിരിക്കുന്നത്. B', Bക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ അത് 2 മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഈ 2 DC ലോഡ് ലൈനും അതുപോലെ AC ലോഡ് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. In practical amplifier, the load line is not in practical amplifier, the load
ലോഡാകട്ടെ, ലോഡ് ഈസ് നോട്ട് എ സിംഗിൾ റെസിസ്റ്റർ ലൈക്ക് RL. ഒരു RL മാത്രമല്ല. ഈ സച്ച് എ കേസ് RL RC കേട്ടോ, RC എഴുതിയാലും മതി. നമ്മുടെ പടത്തിൽ നമ്മൾ RC ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ച പടത്തിൽ RC ലൈക്ക് RC എന്ന് തിരുത്തും. In such a case, AC load line is found by the equivalent impedance of all circuit component in the collector emitter circuit. If RC is ഈ RC എന്ന് പറഞ്ഞാൽ RCയുടെയും നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന RLൻ്റെയും പാരലൽ കോമ്പിനേഷനാണ്. If RC is the equal impedance between the collector to emitter, the load line will have the load line is with the load RAC instead of RC. RC എന്നാക്കണം, RC is called AC load line. Its slope M is equal to -1/RAC. ഇവിടെ ഈ RL എന്നവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മൾ പടത്തി മറിക്കുന്ന RC എന്നാണ്. RC എന്ന് എഴുതിയാൽ മതി. നമ്മൾ എക്സ്റ്റേണലായിട്ട് RL കൊടുക്കുകയാണ്. RCയുടെയും RLൻ്റെയും പാരലായിട്ടാണ് RAC വരുന്നത്. RAC എന്ന് പറഞ്ഞാൽ RC × RL/RC + RL ആണ്. അപ്പോൾ പുതിയ സ്ലോപ്പ് -1/RAC ആണ്. DC ലോഡ് ലൈനിൻ്റെ സ്ലോപ്പ് -1/RC ആണ്. അപ്പോൾ അതിനേക്കാൾ ന്യൂമറിക്കലി ഇത് വലുതാണ്, എന്നാൽ സൈൻ കൂടി എടുത്താൽ ഇത് ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നത് വിത്ത് കപ്പാസിറ്റൻസ് കപ്ലിംഗ് ദ സ്ലോപ്പ് ഓഫ് AC ലോഡ് ലൈൻ A'(B' is always less than that of DC load line AB. The Q point is the point of intersection of AC and DC load lines. ഇതാണ് Q point, രണ്ട് ലൈൻ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി ഒന്നുകൂടി പറയാം. നമ്മൾ ഈ നോട്ടിനകത്ത് എഴുതിയിരിക്കുന്ന RL എന്ന് എവിടെയൊക്കെ കാണുന്നു അതിൽ RC ആക്കിക്കൊള്ളുക. RL എന്ന് കാണുന്നതിൽ RC ആക്കുക. കാരണം നമ്മൾ പടത്തിൽ RC എന്നാണ് മാർക്ക് ചെയ്തത്. RL എക്സ്റ്റേണലായിട്ട് ആംപ്ലിഫയർ ആക്കുമ്പോൾ അഡീഷണലായിട്ട് ചേർക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഈ ടെസ്റ്റിനകത്താണെങ്കിൽ ഈ RL എന്ന് അവർ RCക്ക് പോലും മാർക്ക് ചെയ്യണത്, അതുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് RL എല്ലായിടത്ത് RC ആക്കുക, RSCക്ക് മാറ്റില്ല. ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ, നമ്മൾ DC ലോഡ് ലൈൻ വരച്ചപ്പോൾ അവിടെ സ്ലോപ്പ് -1/RC ആണ്. AC ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ അത് പുതിയ സ്ലോപ്പിൽ വരയ്ക്കുന്ന ലൈനാണ്. അതും VC IC കർവ് തന്നെ, ലൈൻ തന്നെ. അപ്പോൾ അവിടെ സ്ലോപ്പ് -1/RAC ആണ്. RAC എന്ന് പറഞ്ഞാൽ RCയുടെയും RLൻ്റെയും, RL നമ്മൾ പുതുതായിട്ട് പിടിപ്പിക്കുന്ന എക്സ്റ്റേണൽ ലോഡാണ്. RCയുടെയും RLൻ്റെയും പാരലൽ വാല്യൂവാണ്. അറിയാമല്ലോ, രണ്ട് റെസിസ്റ്റൻസിൻ്റെ പാരലൽ വാല്യൂ എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ 1/RAC എന്ന് പറഞ്ഞാൽ ഈ 1/RC എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പോലെ 1/RAC എന്ന് പറഞ്ഞാൽ ഈ RAC അല്ലെങ്കിൽ RC താഴെയാണല്ലോ വരുന്നത്. RC വലുതും RC ചെറുതുമാകുമ്പോൾ സ്ലോപ്പ് വലുതാകും. അപ്പോൾ കൂടുതൽ സ്ലോപ്പുള്ള ഒരു ലൈൻ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലെസ് എന്ന ഒരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ് A'(B') AC ലോഡ് ലൈൻ. അപ്പോൾ ഒന്നുകൂടി കേൾക്കുക, 1/RC സ്ലോപ്പുള്ള ലൈനിനെ നമ്മൾ DC ലോഡ് ലൈൻ എന്നും അതിൽ തന്നെ പ്രാക്ടിക്കൽ ആംപ്ലിഫയർ ആകുമ്പോൾ എക്സ്റ്റേണൽ ലോഡ് വരുന്നത് കൊണ്ട് ഒരു 1/RAC സ്ലോപ്പുള്ള മറ്റൊരു ലൈൻ വരക്കാം. ആ രണ്ടാമത്തെ ലൈനെ വിളിക്കുന്ന പേരാണ് AC ലോഡ് ലൈൻ. അതിനെ പടത്തിൽ A'(B') എന്ന് മാർക്ക് ചെയ്യും. ഇവ രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് Q പോയിൻ്റ്. ഒന്നൊരു വായിച്ച് അത് പഠിക്കുക. ഈ നോട്ടിനകത്ത് RC ഉള്ള സ്ഥലത്തല്ല, RL ഉള്ള സ്ഥലത്തല്ല RC ഒന്നും തിരുത്തിക്കൊള്ളണം. അത് നമ്മൾ നേരത്തെയുള്ള നോട്ടുമായിട്ട് ഒത്തുപോകാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്, 2-3 പ്രോബ്ലം ഉണ്ട്. ഈ DC ലോഡ് ലൈൻ പ്രോബ്ലമാണ്. AC ലോഡ് ലൈൻ പ്രോബ്ലം ഇല്ല, DC ലോഡ് ലൈൻ പ്രോബ്ലം മാത്രമേ പഠിക്കാറുള്ളൂ. ഫോർ ദി സർക്യൂട്ട് ഷോൺ ബിലോ ഡ്രോ ദി DC ലോഡ് ലൈൻ. ഇപ്പോൾ സർക്യൂട്ടിൽ ആംപ്ലിഫയറിൻ്റെ പടം വരച്ചിരിക്കുകയാണ്. ഇതൊരു ആംപ്ലിഫയറാണ്. ഇപ്പോൾ ശരിക്കുള്ള ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ഈ RC കാണിച്ചില്ല, 2.5 അതിന് എക്രോസ് ആയിട്ടൊരു RL വരും ശരിക്കുള്ള ആംപ്ലിഫയറിൽ. അപ്പോൾ ഇത് നമ്മൾ RC മാത്രം കാണിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ സപ്ലൈ VBB ഉണ്ട്, അവിടെ ഇൻപുട്ട് വോൾട്ടേജ് VI കൊടുക്കുന്നുണ്ട്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററാണ്, കാരണം എമിറ്ററിലാണല്ലോ ആര് ഇടുന്നത്. ആര് പുറത്തേക്കാണെങ്കിൽ കോമൺ എമിറ്ററാണ്. ഒരു എക്സ്റ്റേണൽ ബാറ്ററി VCC 12.5 വോൾട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് DC ലോഡ് ലൈൻ വരയ്ക്കാനാണ്. അപ്പോൾ DC ലോഡ് ലൈൻ വരയ്ക്കാനായിട്ട് ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ വരയ്ക്കാൻ കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിയേ, ഒരു കാൽക്കുലേഷൻ വേണ്ട, പ്രോബ്ലം പരിശോധിച്ച് ചോദിക്കുന്നതാണ്.
നമുക്കറിയാം ഈ ലോഡ് ലൈൻ വരയ്ക്കുന്നത് എക്സ് ആക്സിൽ വി സി എടുക്കും, വൈ ആക്സിൽ ഐ സി എടുക്കുന്ന പറയുന്നത്. അപ്പോൾ വി സിയുടെ മാക്സിമം വാല്യൂ വി സി സി ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വി സിയുടെ മാക്സിമം വാല്യൂ വി സി സി ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ വാല്യൂ വന്നിരിക്കുന്നത് 12.5. അപ്പോൾ ഈ ബാറ്ററി, ഈ കാണുന്ന ബാറ്ററി 12.5, അപ്പോൾ ഈ ബാറ്ററിയാണ് വി സി സി 12.5. അപ്പോൾ അത് തന്നെ ഗ്രാഫിനകത്ത് താഴെ ബി എന്നുള്ള പോയിന്റ് മാർക്കാണ് 12.5. പിന്നെ എ എന്നുള്ള പോയിന്റാണ് സാച്ചുറേഷൻ പോയിന്റ്. അത് കാണാനായിട്ട് നമ്മൾ വി സി സി ബൈ ആർ സി ഇവിടെ 2.5 ആണ്. അപ്പോൾ 12.5 ബൈ 2.5 5 MA. അതാണ് എ എന്നുള്ള പോയിന്റ്. എയും ബി യോജിപ്പിക്കുക. എ ബി വിളിക്കുന്നത് ലോഡ് ലൈൻ. അപ്പോൾ ലോഡ് ലൈൻ ചെയ്യാനായിട്ട് യാതൊരു കാര്യമായ കാൽക്കുലേഷനും ഇല്ല. ആ ബി എന്നുള്ള പോയിന്റ് വി സി സി തന്നെ 12.5 തന്നെ. എ എന്നുള്ള പോയിന്റ് വി സി സി ബൈ ആർ സി 12.5 ബൈ ആർ സി തന്നിരിക്കുന്നത് 2.5 ആണ് ക്വസ്റ്റിനകത്ത്. അപ്പോൾ 5 മില്ലി ആംപിയർ. അതാണ്. ഇത്ര ചെയ്താൽ മതി. പക്ഷെ എന്തെങ്കിലും എഴുതണ്ടേ? അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയും വരച്ചാൽ മതി. പക്ഷെ അതെങ്ങനെയാണ് കിട്ടുന്നത് കാണിക്കണ്ടേ? അതിനാണ് ഈ നോട്ട്. ആ ലോഡ് ലൈൻ ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, എങ്കിലും നമ്മൾ കൊടുക്കുകയാണ്. ഐ സി ഇസ് -1 ബൈ ആർ സി വി സി പ്ലസ് വി സി സി ബൈ ആർ സി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അറ്റ് സാച്ചുറേഷൻ പോയിന്റ് എ, സാച്ചുറേഷൻ പോയിന്റ് ക്യാപിറ്റല് നമുക്കറിയാമല്ലോ. സാച്ചുറേഷൻ പോയിന്റ് ക്യാപിറ്റല് വി സി ഈക്വൽ 0. വി സി 0 ആകുമ്പോൾ ആ മുകളിലത്തെ ഇക്വേഷനകത്ത് ഫസ്റ്റ് ടൈം 0 ആകും, സെക്കൻഡ് ടൈം വരും. ഐ സി ഈക്വൽ വി സി സി ബൈ ആർ സി 12.5 ബൈ 2.5 5 MA. അത് മനക്കണക്കായിട്ട് ഇതാണ്. അതാണ് നമ്മൾ 5 MA നമ്മൾ എഴുതിയത്. അടുത്ത കട്ട് ഓഫ് പോയിന്റ് ആ ഇക്വേഷനകത്ത് പിന്നെ ഐ സി 0 ആയിരിക്കും. ഐ സി 0 ആകുമ്പോൾ ഒരു ടൈം LHS കൊണ്ടുവന്നിട്ട് ആർ സി വെട്ടിക്കളഞ്ഞാൽ വി സി ഈക്വൽ വി സി സി 12.5. അതായത് കട്ട് ഓഫ് പോയിന്റിൽ ഐ സി 0 ആണ്. ഈ ബി എന്നുള്ള പോയിന്റിൽ ഐ സി 0 എന്നുള്ളത് നമ്മൾ ആ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കും. അപ്പോൾ 0 ഈസ് ഈക്വൽ -1 ബൈ ആർ സി വി സി പ്ലസ് വി സി സി ബൈ ആർ സി. ടൈം ഇപ്പുറത്തുള്ളൊരു ഐ സി 0 ആണല്ലോ. അപ്പോൾ 1 ബൈ ആർ സി വെട്ടിപ്പോയി കഴിഞ്ഞാൽ വി സി ഇ ഈക്വൽ ടു വി സി സി. അങ്ങനെ 12.5 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വളരെ ഈസിയാണ്, ലോഡ് ലൈൻ വരയ്ക്കാനായിട്ട്. ഉടനെ കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇവിടെ ബീറ്റ വാല്യൂ തരുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് കൂടി ഈ പ്രോബ്ലത്തിനകത്ത് വരും. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അങ്ങനെ വായിക്കണേ. സർക്യൂട്ട് CKT സർക്യൂട്ട് DIAG ഡയഗ്രാം. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഷോൺ ബിലോ. ഡ്രോ ദി DC load line and find the operating point if zero signal base current is 20 microampere beta 50. ഇവിടെ ഈ പിന്നെ ബേസ് കറണ്ട് IB 20 മൈക്രോആംപിയർ തന്നിരിക്കുകയാണ്. അതുപോലെ ബീറ്റ 50 തന്നിരിക്കുക. ഇതാണ് ട്രാൻസിസ്റ്റർ. ഇവിടെ വി സി സി ഉണ്ട്. വി സി സി 12 വോൾട്ടാണ്. ആർ സി എത്രയാണ്? ആർ സി 6K ആണ്. 6K 6 കിലോ ഓം ആണ്. K എന്നിട്ട് കിലോ എന്ന് വായിക്കണം. കിലോ ഓം K എന്ന് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. ഈ വി സി സികളുണ്ട്. ഒരുവന് അപ്പോഴേ കിട്ടുമല്ലോ നമുക്ക്. നോക്ക്, ആ ഗ്രാഫ് നോക്കിക്കേ. ഗ്രാഫ് നോക്കുമ്പോൾ പറയാൻ പറ്റിയ ബി എന്നുള്ള പോയിന്റ് അത് വി സി സി തന്നെ, അത് 12 വോൾട്ട്. പിന്നെ എ എന്നുള്ള പോയിന്റ് അത് വി സി സി ബൈ ആർ സി തന്നിരിക്കുന്നത് 6K ആണ്. 12/6 ആകുമ്പോൾ 2 മില്ലി ആംപിയർ ഉണ്ട്. ലോഡ് ഞാൻ വരച്ചു കഴിഞ്ഞു. ആ ബി എന്നുള്ള പോയിന്റ് കട്ട് പോയിന്റ്, അവിടെ വി സി ഇ ഈക്വൽ വി സി സി 12 വോൾട്ട് എഴുതി. എ എന്നുള്ള പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ്, അവിടെ ഐ സി മാക്സിമം ആണ്. അത് വി സി സി ബൈ ആർ സി 12/6K ആണ്. ആർ സി തന്നിരിക്കുന്നത് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതാ ലോഡ് ലൈൻ. പിന്നെ നമുക്ക് എന്തിനാണ് IB വന്നിരിക്കുന്നത്? IB വന്നിരിക്കുന്നത് ഈ ക്യൂ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് വി സി ഐ സി എന്നാണ് ബ്രാക്കറ്റിനകത്ത്. VCQ ICQ എന്ന് വേണം എഴുതാം. VCQ ICQ അല്ലെങ്കിൽ VC, IC ബ്രാക്കറ്റിന് പുറത്ത് Q എന്നിട്ടാൽ മതി സഫിക്സ് ആയിട്ട്.
അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ എന്ന് പറഞ്ഞാൽ VCE IC ആണ്. അപ്പോൾ ആ IC ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തന്നിരിക്കുന്ന IB അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കൂടി എഴുതുകയാണ്. IC = VCC/RC 12/6 2MA. അതാണ് പോയിന്റ് A. പിന്നെ അറ്റ് പോയിന്റ് B VCE = VCC 12 വോൾട്ട്. അത് പോയിന്റ് B മാർക്ക് ചെയ്തു. ആ ലോഡ് ലൈൻ ഇക്വേഷൻ നമുക്ക് വേണേൽ എഴുതാം. IC = -1/RC VCE + VCC/RC. ഇനി ഓപ്പറേറ്റിംഗ് പോയിന്റ് എഴുതുന്നത് എങ്ങനെയാണ്? ഓപ്പറേറ്റിംഗ് പോയിന്റ് Q, അത് VCEQ ICQ എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി VCE IC എന്ന് പറയും. അത് പുതിയ IC ആണ്. നേരത്തെ കിട്ടിയ IC മാക്സിമം അല്ല, സാച്ചുറേഷൻ പോയിന്റിൽ IC അല്ല, പുതിയ IC. അത് കാണാൻ IB എന്നിട്ടുണ്ട്. എത്ര IB എന്നിരിക്കുന്നത്? IB 20 മൈക്രോ-ആമ്പിയർ = 0.02 മില്ലി-ആമ്പിയർ. അപ്പോൾ IC കാണാം. ബീറ്റ ഈസ് IC/IB. നമുക്കറിയാലോ ഇക്വേഷൻ. IC/IB, B എന്നുള്ളത് തെളിച്ചത് കാണാൻ. ബീറ്റ IC/IB, ദാറ്റ് ഈസ് IC is ബീറ്റ IB. ബീറ്റ 50, IB തന്നിരിക്കുന്നത് 0.02 മില്ലി-ആമ്പിയർ. 50 മൈക്രോ-ആമ്പിയറിനെ മില്ലി-ആമ്പിയർ ആക്കി. 0.02 = 5 × 0.1 MA. അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ കറണ്ട്, ICQ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റിലെ കറണ്ട്. ഇനി നമുക്ക് വോൾട്ടേജ് കാണണം. വോൾട്ടേജ് കാണണമെങ്കിൽ ആ മുകളിലത്തെ ഇക്വേഷൻ കൊടുത്താൽ മതി. ദിസ് ഇസ് ICQ. പുട്ട് ദിസ് ICQ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഏതാണ് ഇക്വേഷൻ 1? ദീകാണ് ഇക്വേഷൻ 1. ഈ ലോഡ് ലൈൻ ഇക്വേഷൻ അതിനകത്ത് കൊടുക്കണം. അതിനകത്ത് കൊടുക്കുമ്പോൾ 1 = -1/6 VCE + 12/6. അപ്പോൾ VCE = 1 - VCE/6 + 2. അപ്പോൾ നമുക്ക് 1 വെട്ടിപ്പോവും. -VCE/6 എന്നുള്ളത് മൈനസ് ഇവിടെ നിന്ന് കിട്ടും. VCE 6 വോൾട്ട്. സോ VCEQ 6 വോൾട്ട്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q എന്ന് പറയും. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q = VCEQ ICQ. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q is VCEQ ICQ. അതാണ് പടത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ആ പടത്തിൽ ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ VCE IC എഴുതിയിട്ടുണ്ട്. മിഡ് പോയിന്റ് തന്നെയാണത്, കാരണം 12ന്റെ പകുതിയാണല്ലോ അത്. മിഡ് പോയിന്റ് തന്നെയാണ്. അവിടെ നമ്മൾ പിന്നെ VCE 6 വോൾട്ട്, IC 1 MA എഴുതിയിട്ടുണ്ട്. ഈ VC എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ക്യൂ പോയിന്റിലെ വോൾട്ടേജാണ്. IC ക്യൂ പോയിന്റിലെ കറണ്ടാണ്. ഈ രണ്ടും ചേർത്ത് VCE, IC അങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എഴുതുന്നത്. ഈ ക്വസ്റ്റിനകത്ത് അത് 6 വോൾട്ട് 1 MA ആണ്. അപ്പോൾ ഈ ലോഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാലേ വളരെ ഈസി ആയിട്ട് ഒരു VCC വോൾട്ടേജ് തരും. ആ വോൾട്ടേജ് തന്നെ നമ്മൾ ബിയിൽ മാർക്ക് ചെയ്താൽ മതി. B എന്നുള്ള പോയിന്റിൽ, കട്ട പോയിന്റിൽ. പിന്നെ A എന്നുള്ള പോയിന്റ് സാച്ചുറേഷനാണ്. അവിടെ VCC/RC എന്നുള്ള ഇക്വേഷൻ വെച്ചാൽ മതി. മനക്കണക്കായിട്ട് ചെയ്യാം. അങ്ങനെ A മാർക്ക് ചെയ്യാം. പിന്നെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണണമെങ്കിൽ മാത്രം അവർ IB തരും. IB വെച്ചിട്ട് IC കണ്ടിട്ട് ആ കറണ്ടാണ് പിന്നെ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ IC. അത് പിന്നെ ലോഡ് ലൈൻ ഇക്വേഷനകത്ത് കൊടുക്കണം. ലോഡ് ലൈൻ ഇക്വേഷൻ ഇങ്ങനെ റെസിപ്രോക്കൽ ഇക്വേഷൻ വേണമെന്നില്ലേ? നമ്മൾ അതിന് മുമ്പ് പഠിച്ചില്ലേ ഒരു ഇക്വേഷൻ, VCC = ICRC + VCE എന്ന് പഠിച്ചില്ലേ? VCC = കിർച്ചോഫ്സ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടാണ് ഇതിലേക്ക് വന്നത്. ആ ഇക്വേഷൻ VCE = ICRC + VCE അതിനകത്ത് ഇട്ടാൽ മതി. ഉടനെ നമുക്ക് VCE കിട്ടും. ആ വാല്യൂ ആണ് ക്യൂവിൽ എഴുതേണ്ടത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എപ്പോഴും VCE IC അങ്ങനെ 2 പോയിന്റായിട്ടാണ് എഴുതുന്നത്. ഒരു ബ്രാക്കറ്റിനകത്ത് VCE, IC ആ മോഡലാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എഴുതുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റിലെ IC കണ്ടുപിടിക്കാൻ IB തരണം. നേരെ മറിച്ച് സാച്ചുറേഷൻ പോയിന്റിലെ IC മാക്സ്, IC സാറ്റ് കാണാൻ നമുക്ക് ബീറ്റയുടെയോ IBയുടെയോ ആവശ്യമില്ല. അപ്പോൾ ആ വാല്യൂ കൊടുത്തിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് VCEQ 6 വോൾട്ട് അത് കിട്ടുകയും ചെയ്യും. That is all with your 42nd lecture. The next class we start transistor biasing. Next topic from transistor biasing. The next class. Thank you.